പുതുമുഖ സംവിധായകർക്ക് സിനിമയോടുള്ള അഭിനിവേശം കൂടുതലാണെന്ന് താൻ വിശ്വസിക്കുന്നതായി മമ്മൂട്ടി. മഹി വി രാഘവനെ പോലുള്ള ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കുകയായിരുന്നു മമ്മൂട്ടി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു തെലുങ്ക് സിനിമ ചെയ്യുന്നത്. കഥ കേട്ടപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നി. 70-ലധികം നവാഗത സംവിധായകർക്കൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരിൽ ഭൂരിഭാഗവും സിനിമ ചെയ്യുന്നുണ്ട്. മഹി നവാഗത സംവിധായകനല്ല, എന്നാൽ ചെറുപ്പമാണ്. അദ്ദേഹത്തിന് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ YSRനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. തിരക്കഥ വായിച്ചു, അതിനനുസരിച്ച് അഭിനയിച്ചു. YSRനെ അനുകരിക്കുക എന്ന എളുപ്പമുള്ള കാര്യമല്ല. YSRന്റെ പദയാത്രയെ അടിസ്ഥാനമാക്കിയാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതിൽ അല്പം ഭാവനയുണ്ട്. YSRനെ അവതരിപ്പിക്കാൻ ഞാൻ വലിയ ഗവേഷണമൊന്നും നടത്തിയില്ല. ഭാഷ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ മനുഷ്യരുടെ വികാരം എല്ലായിടത്തും ഒരുപോലെയാണ്. എന്നാൽ ഡബ്ബിംഗിൽ നന്നായി ശ്രദ്ധ ചെലുത്തി, മമ്മൂട്ടി പറഞ്ഞു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി മമ്മൂട്ടിയുടെ പേര്. പക്ഷേ മമ്മൂട്ടി ഒരിക്കലും തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് എവിടെയും പറയാറില്ല. ഇടതുപക്ഷ സഹയാത്രികനായ മമ്മൂട്ടി സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ആരാധകരുമായോ സിനിമയുമായി ബന്ധപ്പെട്ടവരുമായോ പൊതുവേദികളിലോ ചർച്ച ചെയ്യാറില്ല. എങ്കിലും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മമ്മൂട്ടിയുടെ പേര് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ മമ്മൂട്ടി വീണ്ടും രാജ്യസഭാ സീറ്റിനോട് നോ പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന 3 സീറ്റിൽ ഒരെണ്ണം ഇടതുപക്ഷവും ഒരെണ്ണം UDFുമാണ് വിജയിക്കുക. ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇടതുപക്ഷ നേതൃത്വവുമായും ഏറെ അടുപ്പം പുലർത്തുന്ന മമ്മൂട്ടിയെ ഇത്തവണ രാജ്യസഭയിലേക്ക് അയക്കാൻ ഇടതുപക്ഷം പദ്ധതിയിട്ടെങ്കിലും ഇപ്പോൾ രാജ്യസഭ അംഗമാകാനില്ലെന്നും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി തുടരാനാണ് താല്പര്യമെന്നും മമ്മൂട്ടി നയം വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്ത. മലയാള സിനിമയുടെ ആദ്യ ആക്ഷൻ ഹീറോ ജയൻ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ മലയാള സിനിമ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി പോയിരുന്നു. ജയനെ വച്ച് ഷൂട്ടിംഗ് തുടങ്ങിയതും തുടങ്ങാനിരിക്കുന്നതുമായ നിരവധി പ്രോജക്ടുകളുടെ ഭാവിയായിരുന്നു അവതാളത്തിലായത്. പിന്നീട് സുകുമാരൻ, സോമൻ, രവികുമാർ, രതീഷ്, ഭീമൻ, രഘു തുടങ്ങിയവർക്കെല്ലാം ജയന് നീക്കിവെച്ച വേഷങ്ങൾ ലഭിച്ചിരുന്നു. ജയൻ അവസാനമായി അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കോമരം. ജയന്റെ മരണശേഷം ജയന്റെ അഭാവത്തിൽ ഒരു വിധത്തിലും ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ കോമരത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കോമരത്തിന്റെ സംവിധായകൻ KC ജോസഫ് ഒരു ഉപായം കണ്ടെത്തി. ജയന്റെ റോൾ വെട്ടി ചെറുതാക്കി കഥയിൽ സാരമായ മാറ്റങ്ങൾ വരുത്തി. മറ്റൊരു കഥാപാത്രത്തെ കൂടി ചിത്രത്തിന്റെ കേന്ദ്ര റോളിലേക്ക് കൊണ്ടുവന്നു. ആ റോളിലേക്ക് നറുക്കു വീണത് മമ്മൂട്ടിക്കായിരുന്നു. ജയനൊപ്പം അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ജയൻ ചിത്രത്തിൽ മുഖ്യ വേഷക്കാരനാകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.